നമ്മളിവിടെ നിന്ന് ചെയ്യുന്നത് ഡിഫറെൻറ്റ് LEDs ഉപയോഗിച്ചിട്ട് പ്ലാൻസ് കോൺസ്റ്റൻറ്റ് ഡിറ്റർമൈൻ ചെയ്യണം. ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പവർ സപ്ലൈ, റിയോസ്റ്റാറ്റ്, ബ്രെഡ് ബോർഡ്, മൾട്ടിമീറ്റർ, ഡിഫറെൻറ്റ് LEDs, പിന്നെ ഒരു 100 ohm റെസിസ്റ്റർ, കണക്ഷൻ വയേഴ്സ്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പവർ സപ്ലൈയുടെ പോസിറ്റീവിൽ നിന്നും ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യാം. റെസിസ്റ്ററിൻ്റെ മറ്റേ എൻഡിൽ നിന്നും LED-യുടെ പോസിറ്റീവ് കണക്ട് ചെയ്യാം. LED-യുടെ നെഗറ്റീവും പവർ സപ്ലൈയുടെ നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ഇതിന് അക്രോസ് ആയിട്ട് ഒരു റിയോസ്റ്റാറ്റും കണക്ട് ചെയ്യാം. ഇത് സ്വിച്ച് ഓൺ ചെയ്ത് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പം LED ജസ്റ്റ് ഒന്ന് ഗ്ലോ ചെയ്യും. ഈ ഒരു പോയിൻ്റാണ് നമ്മൾക്ക് വേണ്ടത്. ഇതിലെ വോൾട്ടേജാണ് ടേൺ ഓൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ടേൺ ഓൺ വോൾട്ടേജാണ് നമുക്ക് കാണേണ്ടത്. മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് നമ്മൾ ആ ടേൺ ഓൺ വോൾട്ടേജ് കാണും. എന്നിട്ട് പിന്നെ സെയിം വേ ഈ ഒരു എക്സ്പെരിമെൻറ്റ് തന്നെ ഡിഫറെൻറ്റ് LEDs ഉപയോഗിച്ചിട്ട് ചെയ്യാം. നമ്മുടെ ടെബിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമ്മൾ കണ്ട ടേൺ ഓൺ വോൾട്ടേജ് ഇവിടെ ഓരോ കളറിൻ്റെ ടേൺ ഓൺ വോൾട്ടേജ് ഇവിടെ എഴുതുക. എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് കാണാം. ഇതിൽ ഇയും സിയും എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഗ്രാഫ് വരയ്ക്കാനാണ്. നമ്മൾ ടേൺ ഓൺ വോൾട്ടേജും 1/λ വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കിതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഈ ഒരു ഗ്രാഫ് വെച്ചിട്ടും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് കാണാൻ രണ്ടും കൂടെ കമ്പയർ ചെയ്യും.